ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചെമ്മീൻ, പൊടിച്ചെമ്മീൻ എന്ന് പറയും. പൊടിച്ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പോലും കിട്ടാത്തൊരവസ്ഥയിലുള്ള ചെമ്മീനാണ് നമ്മളിതാ ഉള്ളി എടുത്ത് ഞാനിതാ ഈ പരുവത്തിലാക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കണം. അപ്പോൾ നമ്മളിത് പൊരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മസാലയൊക്കെ വേണ്ടുന്ന സംഭവമാണ് ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് ചിരട്ടപ്പുട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയാലുള്ള ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മളിത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ, എന്തെന്നായാലും ഫസ്റ്റ് ആയാലും പഠിക്കണമല്ലോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കലാന്ന്. കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട്. അവർ രാത്രിക്കാണ് രാത്രി മദ്രസയും കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഫുഡാണ്. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. തട്ടെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കാൻ വേണ്ടി തട്ടെടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കാം മസാല ഒക്കെ എടുക്കാൻ വേണ്ടി. ചെമ്മീനിടെ റെഡിയാക്കി എണ്ണ ഒന്ന് കാഞ്ഞ് വരട്ടെ. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കലെന്നെ. ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റിയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിരട്ടപ്പുട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി വെക്കാം. ഞാനിതാ എണ്ണ കാഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ. ഉള്ളിയൊക്കെ കൊമിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കട്ടെ. അപ്പോൾ നല്ലോണം ഒന്ന് മസാല ഒന്ന് റെഡിയായി വരട്ടെ. എന്നിട്ട് അതിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കാനൊന്നുമില്ല. ഇത് മുളകിട്ട് പൊരിച്ച് ചെമ്മീനാണല്ലോ. അപ്പോൾ ഉള്ളി ഇവിടെ കൊമിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ ചേർത്തില്ല. തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആയി വരട്ടെ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പൊടിച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊരിച്ച് വെച്ച, അതായത് ഫ്രൈ ആക്കി വെച്ച ചെമ്മീൻ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മൊത്തം ഒന്ന് അതിലൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം മക്കളെ, നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇതൊന്ന് ഇറക്കി വെക്കട്ടെ. അപ്പോൾ ചിരട്ടപ്പുട്ട് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് പുട്ടുപൊടി ഇവിടെ കുഴക്കാൻ വേണ്ടി ഇവിടെ ചേർത്തി കൊടുക്കാം. നല്ല പുട്ടുപൊടി കേട്ടോ, അടിപൊളി സൂപ്പർ. ഞാൻ അടിപൊളിയായി പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടുപൊടിയിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കൊടുത്ത് പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് പിന്നെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ച് കൊടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് പൊതിരട്ടെ. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ച് പിന്നെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കുഴച്ചോളൂ. നമ്മൾ പുട്ടുപൊടി നല്ല മാർദ്ദവമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ നമ്മുടെ അച്ഛൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആവിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാല അപ്പം നമ്മുടെ മസാല ഇവിടെ ഫില്ലായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് കുറച്ചും കൂടി അരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി അവിടെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. പുട്ട് എന്ന് പറയുന്നത് തേങ്ങ തന്നെ ടേസ്റ്റ് കേട്ടോ. ഇതിൽ ക്യാരറ്റും ചേരേണ്ടി കേട്ടോ തേങ്ങയുടെ പകരം. പക്ഷെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മളൊന്ന് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇവിടം വരെയായി നമ്മുടെ ഈ ചിരട്ട ഫുഡ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്തിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കട്ടെ. വാവ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി നോക്കട്ടെ. വാവ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ചിരട്ടപ്പുട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഒന്ന് പരീക്ഷിക്കുന്ന. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അടിയിൽ തേങ്ങ, അടിയിൽ പിന്നെ അരി, പിന്നെ മസാല, പിന്നെ തേങ്ങ, മസാല, പിന്നെ അതിനുള്ള അരി, പിന്നെ മസാല. നമ്മുടെ ചിരട്ടപ്പുട്ട്
ഫസ്റ്റ് തന്നെ ആക്കി റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇടട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾ നല്ലോണം തിന്നിട്ട് പോയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി മൂന്നാളും കൂടി പരീക്ഷിക്കാൻ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റിലത്തെ ഇത് വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ടൊക്കെ റെഡി. റസനെ എന്തുണ്ട്? രസമുണ്ടാ? നോക്കി ഇങ്ങോട്ട് നോക്കിയേ. ടേസ്റ്റ് ഉണ്ടാ? അപ്പോൾ ഇനി ഇങ്ങനെ ആക്കണോ അല്ലെ ഇതോടെ മതിയായോ? ഋഷാനെ എന്തുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? എന്തുണ്ട്? അടിപൊളിയാ, അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ വരാം. ബായ്.